ഇതേ നമ്മുടെ 4ാം ക്ലാസ്സിന്റെ ഈ വാർഷിക പരീക്ഷ നമ്മുടെ ആനുവൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. പണി പാളിന്ന് തന്നെ പറയാം. ഫെബ്രുവരി 28-നാണ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത മാസം നമ്മൾ വിചാരിച്ചിരുന്നപ്പോൾ നമുക്കിത് ഒരു 8-ന്റെ പണിയാണ് കിട്ടിയത്. അടുത്ത മാസമല്ല, ഈ മാസം തന്നെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാനാണ് ഈ ടൈം ടേബിൾ പ്രകാരം പറയുന്നത്. ഫെബ്രുവരി 28-ന് ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. ഫോർനൂൺ ഉച്ചയ്ക്ക് മുമ്പായിരിക്കും എക്സാം നടക്കുക. മാർച്ച് 1-ന് മാത്സിന്റെ എക്സാം ആണ്, അതും ഉച്ചയ്ക്ക് മുമ്പാണ്. നമുക്ക് നടക്കുന്ന എല്ലാ എക്സാമും ഉച്ചയ്ക്ക് മുമ്പാണ്. അതുപോലെ മാർച്ച് 11-ന് അറബിയുടെ എക്സാം ആണ്. മാർച്ച് 18-ന് മലയാളത്തിന്റെ എക്സാം ആണ്. മാർച്ച് 27-ന് സയൻസിന്റെ എക്സാം ആണ്. നിലവിൽ ഇങ്ങനെയാണ് നമ്മൾ ടൈം ടേബിൾ എത്തിയിട്ടുള്ളത്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് അറ്റാച്ച്ഡ് സ്കൂളിന്റെ ടൈം ടേബിളാ. അതായത് 4ാം ക്ലാസ്സിന് 2 തവണയായിട്ട് എക്സാം നടക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ഹൈസ്കൂൾ ഉണ്ടെങ്കിൽ 8, 9, 10 ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ടൈം ടേബിൾ ആണിത്. ഇനി നിങ്ങളുടെ സ്കൂളിൽ അതൊന്നുമില്ല, 7ാം ക്ലാസ് വരെ ഉള്ളൂ, അല്ലെങ്കിൽ 4ാം ക്ലാസ് വരെ ഉള്ളൂ, അതായത് 8, 9, 10 ക്ലാസ്സുകൾ നിങ്ങളുടെ സ്കൂളിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ടൈം ടേബിൾ ഇതാണ്. മാർച്ച് 21-നാണ് അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള എക്സാം ആരംഭിക്കുക. ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടില്ലേ. മാർച്ച് 21-ന് മലയാളത്തിന്റെ എക്സാം ആണ്, 24-ന് ഇംഗ്ലീഷ്, 25-ന് മാത്സ്, 26-ന് അറബി, 27-ന് സയൻസ്. അതായത് നമ്മുടെ EVSന്റെ എക്സാം ആണ് 27-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ ഉച്ചയ്ക്ക് മുമ്പാന്നുള്ള കാര്യം മാഷ് ഓർമ്മിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഹൈസ്കൂൾ 8, 9, 10 ക്ലാസ്സുകാരുള്ള സ്കൂളിലുള്ള 4ാം ക്ലാസ്സുകാർക്കുള്ള എക്സാമിന് ടൈം ടേബിൾ. ഇനി നിങ്ങൾ സ്കൂളിൽ 8, 9, 10 ക്ലാസ്സുകൾ ഇല്ലെങ്കിൽ അവർക്കുള്ള എക്സാമിന് ടൈം ടേബിൾ ആണ് ഇത്. അപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ നമ്മൾ എക്സാം നടക്കുന്നുള്ള കാര്യം പെട്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പലർക്കും പല കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മാഷ് തൊട്ടടുത്ത് വീഡിയോ വരുന്നുണ്ട്. ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ മിസ്സാക്കാതിരിക്കാം. എക്സാം അടുത്തു, ഈ മാസം തന്നെ എക്സാം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങാൻ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ. ഇന്ന് മുതൽ തന്നെ സീരിയസ് ആയിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങണം. ആ കാര്യം കൂടെ മാഷുകൾ ഓർമ്മിപ്പിക്കാം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട നോട്ടുകളും ഓരോ ചോദ്യപേപ്പറുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് മാർക്ക് കിട്ടേണ്ട രൂപത്തിലുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അയച്ചു തരുന്നുണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിലുള്ള ലിങ്ക് പോയിച്ചിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക. ക്ലാസ് 4 നോട്ട്സ് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടായിരിക്കും അവിടെ. അപ്പോൾ എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നമ്മൾ എജുപോർട്ടിൻ്റെ ആപ്പിൽ നടക്കുന്നുണ്ട്. എജുപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിനും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കും കൂടെ ചെയ്യുക. അതിൽ ഓരോ പാഠം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വീക്കിലി എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ആപ്പും കൂടി ഡൗൺലോഡ് ചെയ്യാൻ മാഷ് ഓർമ്മിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം. നമ്മുടെ യൂട്യൂബിലെ ലൈവ് ക്ലാസ്സുകൾ ഞാൻ ആരും അങ്ങോട്ട് മിസ്സാക്കാതിരിക്കുക. കൃത്യമായിട്ട് എല്ലാ ലൈവ് ക്ലാസ്സുകളും കാണാം. എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ ഈ വരുന്ന വാർഷിക പരീക്ഷയ്ക്ക് ആനുവൽ എക്സാമിന് കിട്ടട്ടെ. അപ്പോൾ തൽക്കാലം മാഷ് പോവാണ്. നമുക്ക് ഇനി ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.